നമസ്കാരം. ബംഗളൂർ എലഹങ്കയിൽ ലോഡ്ജിലുണ്ടായ തീപിടുത്തത്തിൽ യുവാവും യുവതിയും മരിച്ചു. ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം. 25-കാരനായ രമേശ്, 24-കാരിയായ കാവേരി എന്നിവരാണ് ദാരുണമായി മരിച്ചത്. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടയിൽ യുവാവ് ലോഡ്ജ് മുറിക്ക് തീയിട്ടെന്നാണ് പ്രാഥമിക നിഗമനം. എലഹങ്ക ടൗണിലെ കൂൾ കംഫർട്ട് ലോഡ്ജിലെ 3-ാം നിലയിലെ AC മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ട് 5-ഓടെയാണ് സംഭവമുണ്ടായത്. ലോഡ്ജ് റിസപ്ഷനിലേക്ക് കാവേരി ഫോണിൽ വിളിച്ച് മുറിയിൽ തീപിടുത്തമുണ്ടായതായി അറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾക്ക് വാതിൽ തകർത്ത് അകത്ത് കടക്കേണ്ടി വന്നു. മുറിയിലാണ് രമേശിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ശുചിമുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന നിലയിലായിരുന്നു കാവേരിയെ കണ്ടെത്തിയത്. ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയുമായിരുന്നു. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രമേശും ലോഡ്ജിനടുത്തുള്ള സ്പായിൽ ജോലി ചെയ്യുന്ന കാവേരിയും പ്രണയത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ഇരുവരുടെയും വീട്ടുകാർക്ക് ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇടയ്ക്ക് പുറത്തുപോയി വന്ന രമേശ് പെട്രോളുമായി മുറിയിൽ തിരിച്ചെത്തി സ്വയം തീ കൊളുത്തിയതായുമായിട്ടാണ് പ്രാഥമിക നിഗമനം. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാവേരി ശുചിമുറിയിൽ കയറി വാതിലടച്ചതെന്നും ശ്വാസമുട്ടിയാണ് മരണം സംഭവിച്ചതെന്നും നിഗമനമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആത്മഹത്യയാണോ അപകടമരണമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്ന് പോലീസ് പറഞ്ഞു. തീ സമീപ മുറികളിലേക്ക് പടർന്നെങ്കിലും മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല.